ഇല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംഭവങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. എനിക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അവിടെ ഞാൻ മാധ്യമങ്ങളെ ഒന്നും ഫോളോ ചെയ്തിരുന്നില്ല, ടി വി ഉപയോഗിച്ചിരുന്നില്ല, മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല. സ്വസ്ഥമായിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലും അതുപോലെ സൂപ്രണ്ട് പറഞ്ഞത് അവിടെ ഒരു അസ്വാഭാവിക സാഹചര്യത്തിൽ ഒരു ബോക്സ് കണ്ടു, അതിനകത്ത് നെഫ്രോസ്കോപ്പാണ്, പക്ഷേ ഒരു ബില്ലുണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യം. പക്ഷേ അത് കമ്പനിയൊക്കെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അക്കാര്യത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത്? എന്താണ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം? അതിനകത്തൊന്നും എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. അത് നമ്മുടെ സംഘടന അത് ഏറ്റെടുത്തിരിക്കുകയാണ്. സംഘടന പ്രിൻസിപ്പലിനെ കണ്ടു, അത് അദ്ദേഹം വിശദീകരണം കൊടുത്തോളും. അത് നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് അവർ മോർസിലോസ്കോപ്പ് ഇല്ല എന്നുള്ള സംഭവമാണ്. അവരത് ചെക്ക് ചെയ്ത് മോർസിലോസ്കോപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തു. അത് കൂടുതൽ ഇനിയിപ്പോൾ അതിനകത്ത് എനിക്കൊന്നും പ്രതികരിക്കാനില്ല. അതിൽ അങ്ങനെ ഒരു മോർസിലോസ്കോപ്പ് അവിടെ ഉണ്ടായിട്ടും ചില അർദ്ധസത്യങ്ങൾ പറഞ്ഞു നിർത്തിയത് അത് ശരിയായി എന്ന് തോന്നുന്നുണ്ടോ സാറിന്? ഇപ്പോൾ അവിടെ ഒരു അസ്വാഭാവിക സാഹചര്യത്തിൽ ബോക്സ് ഉണ്ട്, അതിലൊരു ബില്ലുണ്ട് എന്നൊക്കെ പറയും. ബില്ലൊക്കെ കണ്ടാൽ തിരിച്ചറിയാത്തവരാണ് സാറിൻ്റെ ഈ പ്രിൻസിപ്പളും സൂപ്രണ്ടും. അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അവർ വേറെ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിലുള്ള ആൾക്കാരാണ്. അദ്ദേഹം മെഡിക്കൽ വിദഗ്ധനാണ്, എൻഡോക്രൈനോളജിസ്റ്റാണ്. അദ്ദേഹത്തിന് മോർസിലോസ്കോപ്പോ നെഫ്രോസ്കോപ്പോ ഒക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് അദ്ദേഹത്തിനെ കുറ്റം പറയുന്നില്ല. അത് അങ്ങനെയാണ്. അത് എൻ്റെ പ്രസൻസിലായിരുന്നെങ്കിൽ എനിക്കത് വിശദീകരിച്ച് കൊടുക്കാമായിരുന്നു. പക്ഷേ ഒരു ബില്ല് അതുപോലെ ഒരു ഡെലിവറി ചലാൻ, ഇത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ തിരിച്ചറിയാൻ അതിന് വലിയ വൈദഗ്ധ്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഈ ബില്ലും ഡെലിവറി ചെല്ലാനൊന്നും എനിക്കും അറിഞ്ഞൂടാ. ഇത് നമ്മൾ ഡോക്ടർമാർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്തൊക്കെയോ പേപ്പറുകൾ കൊണ്ടുവരുന്നു, നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ഇതെന്താണ് ഡെലിവറി ചെല്ലാൻ ഏതാണ്, ബില്ല് ഏതാണ്, അതിൻ്റെ സപ്ലൈ ഓർഡർ ഏതാണെന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഈ പൊസിഷനിലെത്തിയിട്ട് ഇപ്പോൾ എനിക്ക് തന്നെ 1 വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് തന്നെ ഇത് കണ്ടാൽ തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല. അത് നമ്മൾ ആ ബയോമെഡിക്കലുകാർ ഇങ്ങനെ അവർ പറയും ഇങ്ങനെ ഇതൊക്കെയാണെന്ന് പറയും, നമ്മളത് വിശ്വസിച്ച് വയ്ക്കുക, അത്രേ ഉള്ളൂ. നമുക്കതിനകത്ത് കൂടുതൽ വൈദഗ്ധ്യം ഇല്ല. അതിനെക്കൊണ്ട് അത് ഞാൻ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നുമില്ല. പക്ഷേ ടെക്നിക്കൽ സംഘത്തോടൊപ്പമാണല്ലോ അദ്ദേഹത്തിന്റെ 2ാമത്തെ ദിവസം താങ്കളുടെ മുറിയിലേക്ക് കയറി പരിശോധിച്ചത്. അപ്പോൾ അവർക്കറിയാലോ ഇതിൽ എന്താണ്, ഇത് ബില്ലാണോ ചലാനാണോ എന്നൊക്കെ അവർക്കും അറിയാലോ നോക്കിയാൽ. അതറിയില്ല. അത് ഞാൻ ഇനിയിപ്പോൾ പോട്ടെ, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്. പലരും പല രീതിയിലാണ് വാർത്തകൾ പറയുന്നത്. മാധ്യമങ്ങൾ ഒരു രീതിയിൽ പറയുന്നു, പിന്നെ അല്ലാത്ത സംഘടന വേറെ രീതിയിൽ പറയുന്നു. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് അറിയില്ല. സത്യത്തിൽ അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. താങ്കളുടെ മുറിയിലേക്ക് അസ്വാഭാവികമായിട്ട് ഒരാൾ കയറുന്നതായിട്ടുള്ള ഒരു CCTV ഉണ്ട് എന്ന് കൂടി ഇന്നലെ പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. അവിടെ അസ്വാഭാവികതൊന്നുമില്ല. എൻ്റെ റൂമിൽ ആർക്ക് വേണമെങ്കിലും കയറാം. എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ ഓഫീസ് റൂമാണ്. അവിടെ ഏത് ഡോക്ടർക്കും, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാർക്കും, എൻ്റെ ടെക്നീഷ്യനും, എൻ്റെ PG ഡോക്ടർമാർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കയറാം. അവിടെ പലപ്പോഴും രാത്രിയിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും സാധനം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടി വരും. ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി ആയിട്ട് അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് പേഷ്യൻ്റ് ബുദ്ധിമുട്ടായിട്ട് യൂറിൻ അതൊക്കെ വരുമ്പോൾ അതിൽ ട്യൂബ് ഇടാനോ കത്തീറ്റർ ഇടാനോ സ്കോപ്പ് ചെയ്യാനോ ഒക്കെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അവർക്ക് കയറാനും എടുത്തുകൊണ്ട് പോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവരുടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ താക്കോൽ സ്പെയർ കീയും കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം, ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഈ താങ്കൾക്ക് ഈ ഉപകരണം കാണാനില്ല എന്നുള്ളൊരു അന്വേഷണം ഉണ്ടല്ലോ, അത് താങ്കളുടെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. താങ്കൾ അന്വേഷണ സമിതിയോട് ഇങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം എന്നാണ് ഇന്നലെ സൂപ്രണ്ടും പ്രിൻസിപ്പലും പറഞ്ഞത്. മാത്രമല്ല, ഈ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് ഒരു കോൾ വരികയും അക്കാര്യം എടുത്തു പറയണം, ആ റിപ്പോർട്ടിലെ ആ ഭാഗം എടുത്ത് വായിക്കണമെന്ന് DME തന്നെ നിർദ്ദേശം കൊടുത്തു എന്നുള്ള ഒരു വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഉത്തരം പറയാം, പക്ഷേ നിങ്ങളിത് വളച്ചൊടിച്ച് പിന്നെ ഇത് വിവാദമാക്കരുത്. അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ ധാർമ്മികതയാണ്. ധാർമ്മികതയാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഏതോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് ആരോ പറഞ്ഞു. ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് എന്നെ അവരെ കൊണ്ടുപോവുകയോ തെളിവെടുപ്പ് നടത്തുകയോ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ OP നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ എൻക്വയറി വിളിക്കുന്നത്. രാവിലത്തെ എൻക്വയറിയിലൊന്നും അല്ല ഇത് ചോദിച്ചത്. വൈകുന്നേരം ഇത് അവർ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയത്ത് ഇങ്ങനെ അവർ കാഷ്വലായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച്, ഡോക്ടർ എങ്ങനെയുണ്ട്, സുഖമാണോ, എന്തൊക്കെയാണ് ഇവിടുത്തെ ജോലി ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ സുഹൃത്തുക്കൾ. അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ് അവിടെ എന്തോ ഈ ഉപകരണത്തിൻ്റെ എന്തോ ഒരു സാധനം കാണാതെ പോയെന്ന്, കാണുന്നില്ല എന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ശരിയായിരിക്കും, നമുക്ക് നോക്കിയെടുക്കാം. കാരണം അത് നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ അവിടെ ഉണ്ട്. പലതിൻ്റെ സാധനങ്ങൾ പല ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിലൊന്നും ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ശരി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെയല്ലേ, നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു സാധനം ഇരിക്കുന്നത്, അതിൻ്റെ സാധനം റിമോട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണാൻ പറ്റുമോ? അത് എവിടെയെങ്കിലുമൊക്കെ കാണും, അത് നമ്മൾ നോക്കിയെടുക്കും.
അങ്ങനെ എത്രയോ ഭാഗത്തായിട്ട് ചിതറിക്കിടക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞത് അല്ലാതെ അത് ഓസിലോസ്കോപ്പ് കാണുന്നില്ല എന്ന് ഞാൻ മൊഴിയോടൊന്നും പറഞ്ഞിട്ടില്ല.